ഇന്ന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം പ്രക്ഷുബ്ധമായേക്കും. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്താനാണ് പ്രതിപക്ഷ നീക്കം. സമ്മേളനത്തിന് മുൻപായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. രാജ്യസഭയിലെ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ഇന്നുണ്ടാവും. നോബൽ മാരിക്കാരൻ ചേരുന്നു. നോബൽ, ഒരുപാട് വിഷയങ്ങൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയാവും. അതിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉള്ള വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സുരക്ഷാ വീഴ്ചയുമായും ഒക്കെ ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മറ്റൊന്ന്, പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണുമ്പോൾ ചോദ്യങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുമോ? അത് നമ്മൾ ഉറ്റുനോക്കുന്നു. റോഷ്നി, ഒരു സംഭവബഹുലമായ പാർലമെന്റ് സമ്മേളനത്തിനായിരിക്കും ഇന്നിപ്പോൾ തുടക്കമാകാൻ പോകുന്നത്. വർഷകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിഷയങ്ങളുണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷത്തെ ഉന്നയിക്കാൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും അത്തരത്തിൽ ഉയർത്തു കാണിക്കുന്നതുമായ വിഷയം പഹൽഗാം ഭീകര ആക്രമണം തന്നെയായിരിക്കും. അതിലെ സുരക്ഷാ വീഴ്ച, ആ ഭീകരരെ പിടിക്കാത്ത സാഹചര്യം, ഒപ്പം ഇന്ത്യ പാക് സംഘർഷം, അതിനു പിന്നാലെ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന അവകാശവാദങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്കെതിരെ തന്നെയായിരിക്കും പ്രതിപക്ഷം ഉയർത്താൻ പോകുന്നത്. പ്രധാനമന്ത്രി ഈ വിഷയങ്ങൾക്കെല്ലാം പാർലമെന്റിൽ മറുപടി നൽകണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യവും. ഇന്നിപ്പോൾ 10:30 ആകുമ്പോഴേക്കും പ്രധാനമന്ത്രി മാധ്യമങ്ങളെ കാണും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് ആദ്യ ദിവസം മാധ്യമങ്ങളെ കാണുന്ന ഒരു പതിവുണ്ട്. പക്ഷേ അതിൽ ചോദ്യങ്ങളൊന്നും, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളൊന്നും എടുക്കുന്ന ഒരു പതിവില്ല. മറിച്ച് ഇത്തരത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്നൊരു പതിവാണ് ഇതിനു മുൻപും കീഴ്വഴക്കമായി ഉള്ളത്. ഇന്നും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഈ സമ്മേളന കാലയളവിലെ നിലപാടുകൾ അടക്കമുള്ള കാര്യമായിരിക്കും പ്രധാനമന്ത്രി പറയാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമന്ത്രി ഈ പഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ എന്താണ് ഏറ്റവും വലിയ ആകാംക്ഷ? കേന്ദ്ര സർക്കാരും ശക്തമായ ഒരുക്കങ്ങളിൽ തന്നെയാണ്. കാരണം പ്രതിപക്ഷം വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ഏത് തരത്തിലായിരിക്കണം അതിനെ കൈകാര്യം ചെയ്യേണ്ടത് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ BJPയും പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നുകൊണ്ടൊക്കെ തീരുമാനിച്ചിരുന്നു. പ്രത്യേകിച്ച് രാജ്യസുരക്ഷ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾ അത് രാജ്യസുരക്ഷ അടക്കം ബാധിക്കുന്നതാണ് എന്നടക്കമുള്ള വിമർശനങ്ങളായിരിക്കും. അതോടൊപ്പം തന്നെ ശശി തരൂർ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ അവരുടെ നിലപാടുകളൊക്കെ എന്താണെങ്കിലും പ്രതിപക്ഷത്തിനെതിരെ ആയുധമാക്കാൻ തന്നെയാണ് BJP ഒരുങ്ങുന്നത്. എന്താണെങ്കിലും ഇന്നിപ്പോൾ സമ്മേളനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് പുതിയതായി രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുടെ സത്യപ്രതിജ്ഞ, സദാനന്ദ മാസ്റ്റർ അടക്കമുള്ള ആളുകളുടെ സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളും ഇന്നിപ്പോൾ നടക്കുകയും ചെയ്യും. എന്താണെങ്കിലും സംഭവ ബഹുലമായിരിക്കും പാർലമെന്റ് സമ്മേളനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഹൽഗാം അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് പങ്കുവച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്കും ഒരുപക്ഷെ സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. 11 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുന്നത്. ഇരു സഭകളിലും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം നിരവധി വിഷയങ്ങളിൽ അടിയന്തര പ്രമേയവും നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. റോഷ്നി, നോബൽ മാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്.